നീ ഏതാ? അയ്യോ, അങ്ങനെ തന്നെ അറിയില്ലേ? പൊന്നമ്മ. പൊന്നമ്മയോ? അതെ, രാമൻ നായർ അദ്ദേഹം പറഞ്ഞു വെച്ചതാ. ഓ, അത് ശരി. അച്ഛനുണ്ടോ വീട്ടില്? ഇല്ല, കണ്ടത്തിൽ പോയിരിക്കുക. ഓ, അപ്പൊ ഇനി താമസിച്ചേ വരൂ. ഞാൻ വൈകുന്നേരം വരുമെന്ന് അച്ഛനോട് പറഞ്ഞേക്കൂ. ഇതേ എന്താ പോകാനത്ര ധൃതി? ഇത് നിൽക്കൂ. എന്നോട് പിണക്കമാണോ? അച്ഛനെ കാണാനല്ലേ വന്നത്? അച്ഛനെ കണ്ടാ മതി. ഞാൻ കാണാൻ വരുന്ന അച്ഛനെയാണ്, പക്ഷേ എനിക്ക് കാണാനുള്ളത് നിന്നെയാണ്, നിന്നെ മാത്രം. എന്നിട്ടാണോ എന്നെ ഇത്രയും നാളും തീ തിന്നിച്ചത്? നിന്നെ ഞാൻ തീ തിന്നിക്കില്ല. നിന്നെ സുഖമായി സന്തോഷമായി ജീവിപ്പിക്കണം. അതിനുള്ള വക കരുതേണ്ടത് ഞാനാണ്. എന്റെ അച്ഛന്റെയോ നിന്റെ അച്ഛന്റെയോ സ്വത്ത് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പാടില്ല. അതിനാണ് ഞാൻ നാട് വിട്ടുപോയത്. ഇന്നെനിക്ക് നിന്നെ പോറ്റാമെന്നും അലനില്ലാതെ കഴിയാമെന്നും ധൈര്യമുണ്ട്. എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ ഗോപിയേട്ടൻ വേണം. ഗോപിയേട്ടന്റെ കൂടെയുള്ള ജീവിതം വേണം. എന്റെ കഷ്ടപ്പാടുകൾ വെറുതെ ആയിരുന്നില്ല. നിന്റെ സ്നേഹം, ആ ഓർമ്മ, അതായിരുന്നു ഈ കഴിഞ്ഞ 2-3 വർഷം എന്നെ പിടിച്ചു നിർത്തിയത്. ഞാൻ ഇന്ന് തന്നെ കുറുപ്പമ്മാവനെ കാണാൻ വരുന്നുണ്ട്. അച്ഛനോട് ഇന്ന് തന്നെ ചോദിക്കുമോ? ഏയ്, അത് പാടില്ല. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛനോട് ഒന്ന് ചോദിക്കാൻ പറയാമായിരുന്നു. ഞാൻ ചോദിക്കുമ്പോ സമയം കാലമെല്ലാം നോക്കിയിട്ടല്ലേ ചോദിക്കാൻ പറ്റൂ. എടാ മത്തായിയേ, എന്താ? നീ ഈ ചായ ഒന്ന് അടിച്ചടാ. ഞാനേ ഒന്നിന് പോയിട്ട് വരാം. ആ, ശരി. എടാ വീട്ടിലേ കണ്ടോ? പിടി. ആളെ പിടിച്ച് ഞെക്കാതെ. നമ്മുടെ മറിയച്ചേട്ടത്തിയാ. എന്താ മറിയച്ചേട്ടത്തി താമസിച്ചത്? പശു കറക്കാൻ സമ്മതിക്കുന്നില്ല, എറിയുന്നു. ആ, മാറി കറന്നിട്ടായിരിക്കും. ആള് മാറിയൊന്നും കറക്കത്തില്ല, ഒരാളേ കറക്കൂ. അതാരാ ഒരാള്? പേര് ഞാൻ പറയത്തില്ല. ഞാനേ ഒരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ പഴയ പറമ്പിലെ കൊച്ചനുണ്ടല്ലോ. കൊച്ചനല്ല, കൊച്ചപ്പൻ. കാര്യം പറയട്ടെന്നേ. ആ കൊച്ചനോട് പറയണം ഇവിടെ കുറെ ദിവസം താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോയാ മതി. ആ ഗീത കൊച്ചിനെ കെട്ടാനും പറയണം. അല്ലേ, അങ്ങ് മറിയച്ചേട്ടത്തി പറഞ്ഞുകൂടായോ? ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ? ആ, എന്താടോ അങ്ങനെ ഒരു ചോദ്യം? മറിയച്ചേട്ടത്തി അന്യതാക്കാരിയാന്നോ?
അല്ല, മുഖഭാവം കണ്ടിട്ട് എന്തോ എസ്റ്റേറ്റ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. റിച്ചർഡേ, പാലിതാ. പിന്നെ എന്നോട് ഈ വെച്ചു വർത്തമാനം പറയരുത്, ഞാൻ ഇച്ചിരി ചീത്തയാ. കൊണ്ടുവാ പാല്. കർത്താവേ, കണ്ടോ മീൻ, തിലോപ്പിയ. റിച്ചർഡേ, കുറച്ച് മല്ലിയും മുളകും വേണം. അതെന്തിനാ? പാലില് വെള്ളം ചേർക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മീൻ ചേർക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴേ മല്ലിയും മുളകും ചോദിച്ചതേ ഈ പാൽമീൻ കറി വെക്കാനാ. ഇന്നലെ ആഫ്രിക്കൻ പായലായിരുന്നു. അല്ല, അതെന്തിനാ പറയുന്നത്, ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ പുറപ്പെടുമ്പോഴേ തുറന്നു വെച്ചോണ്ടെങ്കിൽ പോരും, വെള്ളമെല്ലാം അടിച്ചങ്ങ് കയറും. അതെ, ഒരു തൊഴിലിൽ ജീവിച്ചാ പോരിയോ? കച്ചവടം, പാൽ കച്ചവടം, പലചരക്ക് കച്ചവടം, ചമ്മന്തി കച്ചവടം, മീൻ കച്ചവടം, അരി, സോപ്പ്, പുളി, ഉപ്പ്, കണ്ണാടി, ചീപ്പ്, പിന്നെ മറ്റതിനും മറ്റവനും. അതെന്തോന്നാടാ? അതെ, കുപ്പി. ആ. മുഖത്ത് മുഴുവൻ പായലാണ്. ആഫ്രിക്കൻ പായലും മാറ്റം. വിട്ട് ഇറക്ക, കേശവനേരം ഇറക്ക. അവിടെ കളിക്കട്ടെ. ഞാൻ പുല്ലാൻ പറ്റും കളി. ഇവിടുത്തെ കളിയാ വേവാട്ടെ. ഡയമണ്ട് കുല്ലാൻ ഇറക്കി ഇറക്കി. പിടിച്ചു. നീ കളി. ഇറക്കി വെക്കണോ? അമ്മാവന് ടെലഗ്രാം കിട്ടി. വളരെ വൈകിയാണ് കിട്ടിയത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു എഴുത്തയച്ചിരുന്നു. ആ എഴുത്ത് കിട്ടിയപ്പോ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചതാണ്. പെട്ടെന്ന് 2 ആഴ്ച മദ്രാസിലേക്ക് പോകേണ്ടി വന്നു. ഓഹോ, തിരിച്ചു വന്നപ്പോഴാണ് ആ കമ്പി കണ്ടത്. എല്ലാം വിധിയാണ്. മരിക്കുന്ന സമയത്ത് ഞാനും ഗീതയും അടുത്തുണ്ടായിരുന്നു. രാഘവൻ പിള്ളയ്ക്ക് മകനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഗോപി കണ്ടത്തിലൊക്കെ പോയി അന്വേഷിച്ചു. എല്ലാം രാമൻ നായരുടെ ഭരണമാണ്. ഇന്ന് എപ്പോഴെങ്കിലും കണ്ടത്തിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കണം. ഞാൻ എന്ത് നോക്കാന്? എനിക്കതെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. അറിയാൻ മേലെന്ന് പറയുന്നതിൽ കാര്യമില്ല. നീന്തൽ പരിചയിച്ചിട്ടല്ലല്ലോ ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. പോകാൻ വരട്ടെ. ഗോപിയുടെ അച്ഛൻ ഗോപിക്ക് തരാനായി എന്നെ ചിലതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല കുഞ്ഞേ, കുഞ്ഞെവിടെ പോയി? ഞാൻ കുറുപ്പമ്മാവന്റെ വീട് വരെ പോയിരുന്നു. കുറുപ്പമ്മാവനും പ്രായമായി, വലിയ ക്ഷീണമുണ്ട്. ഇപ്പൊ അങ്ങനെ വലിയ ക്ഷീണത്തിന് കാര്യമൊന്നുമില്ല. 10-200 വരെ കണ്ടുണ്ട്. പിന്നെ 500 തേങ്ങ കിട്ടും. ആ പെങ്കുച്ച് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ മനസ്സിലിരിപ്പ് മോശമാ. രാമൻ നായർ എന്താ ഈ പറയുന്നത്? കുറുപ്പമ്മാവനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ കരയിലുണ്ടോ? കണ്ടോ, അതാ അങ്ങേരുടെ മിടുക്ക്. കുഞ്ഞിന്റെ അച്ഛൻ ഇല്ലായിരുന്നു, അതാ. കുഞ്ഞിന് കേൾക്കണോ കഥ? അങ്ങൊന്ന് മരിച്ച് നേരത്തോട് നേരമായില്ല. അതിനു മുമ്പേ ഇവിടുത്തെ അരയുടെ താക്കോലും കൊണ്ട് അയാൾ സ്ഥലം വിട്ടറിയാവോ? അയാളുടെ വിചാരം ഞാൻ ഇവിടുന്ന് 2 കുത്തിവാരിക്കൊണ്ട് പോകുന്ന. താക്കോലച്ഛൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചതല്ലേ? അല്ല, അതുപോലെ അയാൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. കുഞ്ഞെ, പറയാൻ പ്രയാസമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങൊന്ന് കുഞ്ഞിന്റെ അമ്മയെ ചവിട്ടിക്കൊന്നതാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഇയാളാ കുഞ്ഞെ. അതൊക്കെ ഇരിക്കട്ടെ. രാമൻ നായരെ, നമുക്കിന്ന് വൈകുന്നേരം കണ്ടത്തിലേക്ക് ഒന്ന് പോകണം. അയ്യോ, എനിക്ക് കുഞ്ഞെ ഇന്ന് തേങ്ങക്കാരെ അവിടെ നിന്ന് പോകണമല്ലോ. നമുക്ക് നാളെ പോകാം. എന്നാൽ രാമൻ നായർ വരണമെന്നില്ല, ഞാൻ പൊയ്ക്കൊള്ളാം.
ആ ആ കുറിപ്പത്തെയും കൊടുത്തേച്ച് എഴുത്തേ ആ. ആ കണ്ടു. എന്താ എഴുതിയിരിക്കുന്നത്? അതിൽ ഈ വീട്ടിൽ എവിടെയോ ആഭരണവും സ്വർണവും നിറച്ച് ഒരു പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. ഓ, അത് ശരിയായിരിക്കും. എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ടോ? ഇവിടെ എവിടെയാണ്? ഇത് സാരമില്ല. ഞാൻ അറിയാത്ത സ്ഥലം ഏതാ ഇവിടെ? ഞാൻ കണ്ടുപിടിച്ചോളാം. അതിൽ ഒരുപാട് സ്വത്ത് കാണും. കാരണം ഗോപിയുടെ അമ്മ രാജകുടുംബത്തിൽപ്പെട്ടതാണല്ലോ. അവരുടെ സ്വത്ത് മുഴുവനായിരിക്കും. ഈശ്വര അറിഞ്ഞിരുന്നെങ്കിൽ അത് എന്റെ ഇരുന്നേനെ. ആ സാരമില്ല, ഞാൻ ഏറ്റു. ഇനി എന്റെ അവകാശം രാമൻ നായരാ. അപ്പൊ എന്റെ കാര്യം? ഓ, അത് പിന്നെ പ്രത്യേകം പറയണോ? എടി, രാമൻ നായർക്കുള്ളതൊക്കെ നിനക്ക്, നിന്റെയൊക്കെ എനിക്ക്.